നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ബാംഗ്ലൂർ, മൈസൂർ കോളേജുകളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച കരിയർ ഗൈഡൻസിനും അഡ്മിഷനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ഓറഞ്ച് എഡ്യു വേൾഡ്, സ്റ്റഡി അബ്രോഡ് ആൻഡ് ഇന്ത്യ, പൂക്കോട്ടുംപാടം, നിലമ്പൂർ. UDF തേരോട്ടത്തിൽ നിലമ്പൂരിൽ ഇടതിന് നഷ്ടമായത് പരമ്പരാഗത വോട്ടുകളും. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇടതിനൊപ്പം നിന്ന നിലമ്പൂരിൽ ഇത്തവണ LDF സ്ഥാനാർത്ഥി U ഷറഫ് അലിക്ക് ലഭിച്ചത് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ചതിന്റെ പകുതിയോളം വോട്ടുകൾ മാത്രം. ഷൗക്കത്തിന്റെ ഭൂരിപക്ഷത്തേക്കാൾ കുറച്ച് വോട്ടുകൾ മാത്രമാണ് ഷറഫ് അലിക്ക് നേടാനായത്. ആകെ പോൾ ചെയ്ത 1,89,595 വോട്ടുകളിൽ 1,13,586 വോട്ടുകൾ ആര്യടൻ ഷൌക്കത്തിന് ലഭിച്ചപ്പോൾ ഷറഫ് അലിക്ക് 58,735 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. 54,851 വോട്ടുകളാണ് ഷൌക്കത്തിന്റെ ഭൂരിപക്ഷം. 59.9% വോട്ടുകൾ ഷൌക്കത്തിന് ലഭിച്ചപ്പോൾ ഷറഫ് അലിക്ക് 30.9 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. 15,000-നും 20,000-നും ഇടയിലുള്ള വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് UDF കണക്കുകൂട്ടിയിരുന്നത്. ഇടത് വോട്ടുകളിൽ കാര്യമായ ചോർച്ചയുണ്ടായതായി വ്യക്തമാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ 77,737 വോട്ടുകൾ നേടിയ UDF 44.17%, 66,660 വോട്ടുകൾ നേടിയ LDFന് 37.88% ലഭിച്ചിരുന്നത്. നിലമ്പൂർ നഗരസഭയിലും 7 പഞ്ചായത്തുകളിലും ഇത്തവണ UDFന്റെ ആധിപത്യമാണ്. നിലമ്പൂർ നഗരസഭയിൽ നിന്ന് 19,039 വോട്ടുകൾ ഷൌക്കത്തിന് ലഭിച്ചപ്പോൾ U ഷറഫ് അലിക്ക് ലഭിച്ചത് 8,545 വോട്ടുകളാണ്. വഴിക്കട പഞ്ചായത്തിൽ നിന്ന് ഷൌക്കത്തിന് 19,879 വോട്ടുകൾ നേടാനായി. ഇവിടെ ഷറഫ് അലിക്ക് 10,224 വോട്ടുകളാണ് ലഭിച്ചത്. മൂത്തേടം പഞ്ചായത്തിൽ 11,445 വോട്ടുകൾ ഷൌക്കത്തിന് ലഭിച്ചപ്പോൾ 5,331 വോട്ടുകളാണ് ഷറഫ് അലിക്ക് ലഭിച്ചത്. എടക്കര പഞ്ചായത്തിൽ നിന്ന് ഷൌക്കത്തിന് ലഭിച്ചത് 11,589 വോട്ടുകളാണ്. ഇവിടെ 5,895 വോട്ടുകളാണ് ഷറഫ് അലി നേടിയത്. പോത്തുകളിൽ ഷൌക്കത്ത് 10,972 വോട്ടുകളും ഷറഫ് അലിക്ക് 6,208ഉം, ചുങ്കത്ര ഷൌക്കത്തിന് 14,989 വോട്ടുകളും ഷറഫ് അലിക്ക് 7,586 വോട്ടുകളുമാണ് ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.